തലേദിവസം പെയ്ത മഴയുടെ ബാക്കി ഇന്ന് രാവിലെ ഉണ്ടായിരുന്നേ. കതക് തുറന്നപ്പോൾ നല്ല തണുപ്പും കാറ്റും ഒക്കെ ആയിരുന്നു. പോരാത്തിന് നല്ല മഴക്കാറും. ഒരുപാട് പ്രത്യേകതകളും ആചാരങ്ങളും നിറഞ്ഞ ഒരു ദേശമാണ് ഓണാട്ടുകര. ഈ ഓണാട്ടുകരക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. ചെട്ടികുളങ്ങര അമ്പലത്തിലെ കുംഭഭരണിയാണ് ഇന്ന്. എല്ലാവർക്കും കുംഭഭരണി ദിന ആശംസകൾ. അപ്പം ഞാൻ രാവിലെ വിളക്കൊക്കെ കത്തിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ചെട്ടികുളങ്ങരക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള കൊഞ്ചും മാങ്ങയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഉണക്കക്കൊഞ്ചെടുത്ത് വറുത്ത് വെക്കണം. അടുത്തതായിട്ട് അരപ്പ് റെഡിയാക്കാനായിട്ട് അരമുറി തേങ്ങ, ഉള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇവയെല്ലാം കൂടെ ചതച്ച് വെക്കണം. നമുക്ക് വേണ്ട എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കണം. ഇതൊരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തെ മെയിനായിട്ടുള്ള ആളാണ് മാങ്ങ. മാങ്ങ പുളിയുള്ളതാണെങ്കിൽ നന്നായിട്ട് കഴുകിയിട്ട് വേണം ഈ അരപ്പിലേക്ക് ഇടാൻ. പിന്നെ അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യണം. അടുത്തായിട്ട് നമ്മൾ വറുത്ത് വെച്ച കൊഞ്ച് അതിനകത്തെ അഴുക്കെല്ലാം കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി ഈ മിക്സിനകത്തോട്ട് ഇടണം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുന്നുണ്ട്. കുറച്ച് തേങ്ങ കൂടി വീണ്ടും ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടതാണ്. അതിനോടൊപ്പം തന്നെ 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും ഇടുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പയിലോട്ട് വെക്കുകയാണ്. അങ്ങനെ നമ്മൾ അടപ്പ് കൊണ്ട് മൂടി വെച്ചിട്ടുണ്ട്. 15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ അത് നന്നായിട്ട് തിളച്ചു. അമ്മായി, ഈ കൊഞ്ചും മാങ്ങ ചെട്ടികുളങ്ങരയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കറിയല്ലേ? ഇതിൻ്റെ പിന്നിൽ ഒരു ഐതിഹ്യം ഉണ്ടല്ലോ, അതെന്തുവാ? അതൊരു ഐതിഹ്യം, പ്രായമുള്ള ഒരമ്മ കുംഭഭരണി നാളില് പിന്നെ കൊഞ്ചടുപ്പേ വെച്ച് അമ്മ ചെട്ടികുളങ്ങര കുംഭഭരണിക്ക് പോയി. പകുതി വഴിയായപ്പം അമ്മയുടെ കൊഞ്ചും മാങ്ങ, അയ്യോ ഞാൻ തീ നിർത്തിയില്ല, അന്ന് അടുപ്പേലൊക്കെ വെച്ചാ എടുക്കുന്നത്, തീ നിർത്തിയില്ല, എൻ്റെ കൊഞ്ചും മാങ്ങ കരിഞ്ഞു പോവാ അമ്മേ, കുത്തിയോട്ടം കണ്ടുവച്ച് വരുമ്പോൾ എൻ്റെ കൊഞ്ചും മാങ്ങയ്ക്ക് ഒരു കുഴപ്പവും വരുന്നത്. വിളിച്ച് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അമ്മയുടെ കൊഞ്ചും മാങ്ങയ്ക്ക് ഒരു കേടുപാടില്ലാതെ വന്നപ്പോൾ അടുപ്പേ പറ്റിയിരിക്കുന്നു. അങ്ങനെ കുംഭഭരണി എല്ലാ വർഷവും എല്ലാ ഭക്തജനങ്ങളും വീട്ടിലെ കുംഭഭരണി ഒരുങ്ങും. കൊഞ്ചും മാങ്ങ വെച്ച് സദ്യ നടത്തി വരുന്നവർക്കും കൊടുക്കും. അതാണ് അതിൻ്റെ പിന്നിലെ ഐതിഹ്യം അല്ലേ? അങ്ങനെ നമ്മുടെ കൊഞ്ചും മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.